ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S10 Plusന്റെ അൺബോക്സിംഗ് വീഡിയോയാണ്. ഇതൊരു ഡെമോ യൂണിറ്റ് ആണ്. നമുക്ക് ഇപ്രാവശ്യം ഈ ഡെമോ യൂണിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് കാലത്തോട് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ആണ്. സോ വേണൂസിന് ഒരു ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു റിവ്യൂ യൂണിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി S10 Plusന്റെ 128GB വേർഷൻ ആണ്. 8GB 128GB വേർഷൻ. നമുക്ക് ബോക്സിലായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 6.35 ഫുൾ റെക്ടാങ്കിൾ അല്ലാന്നുണ്ടെങ്കിൽ 15.99 റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള ക്വാഡ് HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് സാംസങ് ഗാലക്സി S10 Plusലുള്ളത്. സൂപ്പർ സ്പീഡ് ഡ്യുവൽ പിക്സൽ 12 മെഗാ പിക്സലിന്റെ, അതുപോലെ അൾട്രാ വൈഡ് 16 മെഗാ പിക്സലിന്റെയും 12 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള അതായത് ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ് ഉള്ളത്. അതുപോലെ ഡ്യുവൽ പിക്സൽ 10 മെഗാ പിക്സലിന്റെയും 8 മെഗാ പിക്സലിന്റെയും കോമ്പിനേഷൻ ഉള്ള ഒരു സെൽഫി ക്യാമറ, അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്, 120GB 8GB വേർഷൻ ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അതുപോലെ ഇയർഫോൺസ് ഉണ്ട്, നമുക്ക് AKG-യുടെ വയർലെസ് പവർ ഷെയർ ഉണ്ട്, വയർലെസ് ചാർജിംഗ് ഉണ്ട്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ഈസ് സെക്യൂർഡ് ബൈ സാംസങ് നോക്സ്. ഇനി ഇത് നമുക്ക് വേണൂസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ലഭ്യമാണ്. ഇതിൽ പ്രീ ഓർഡേഴ്സ് വേണൂസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 73,900 സ്റ്റാർട്ട് ചെയ്യുന്നത്. 9,999 കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ഗാലക്സി വാച്ച്, അതുപോലെ തന്നെ 2,999 ഒരു ഇയർബഡ്സ് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഹലോ, വെൽക്കം സാംസങ് ഗാലക്സി S10 Plus. വൈറ്റ് കളറാണ് ഡെമോ യൂണിറ്റ്. സാംസങ് ഗാലക്സി നോട്ട് 9ന്റെ ആ ഒരു അതിനൊരു ഫീൽ, സാംസങ് ഗാലക്സി നോട്ട് 9ന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കാണുമ്പോൾ. ആ ഒരു ഡിസൈൻ വൈസ് മുകളിലായിട്ട് നമുക്ക് സിം ട്രേ കാണാം. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതുപോലെ ഒരു മൈക്രോഫോൺ കട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. അലുമിനിയം ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ്. ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് സ്പീക്കറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വീണ്ടും ഒരു മൈക്രോഫോൺ കട്ട്. പിന്നെ സാംസങ് ഗാലക്സി S10 Plusന്റെ USB Type-C പോർട്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സാംസങ് ഗാലക്സി ബിക്സ്ബി ബട്ടണും വോളിയം ബട്ടൺസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അതായത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വിത്ത് LED ഫ്ലാഷ് ഉണ്ട്. ഇനി ഫ്രണ്ടിലായിട്ട് ആ ഒരു സ്ക്രീനിൽ തന്നെയാണ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉള്ളത്, ഡ്യുവൽ ക്യാമറ സെൽഫി സെറ്റപ്പ് ഉള്ളത്. ഇതാണ് ഫ്രണ്ട് സ്പീക്കേഴ്സ്, നമ്മുടെ ഇയർപീസ് ആണത്. വളരെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സെറ്റാണ്. അത്ര ഹെവി ഒന്നും ആയിട്ട് തോന്നുന്നില്ല. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണെങ്കിൽ കൂടി അത്ര ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു 6.4 ഇഞ്ചിന്റെ വലുപ്പം ഉണ്ടെങ്കിൽ പോലും. ഇനി നമുക്ക് ബോക്സിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്വാഭാവികമായിട്ടും എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ സാംസങ്ങിന്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതുപോലെ സിം ഇജക്ടർ ടൂളും ഈ പറയുന്ന ബോക്സിൽ തന്നെയാണ്. ഒരു ചെറിയ ബോക്സിലാണ് ദ ഇജക്ട് പിൻ. ഈ കവർ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് കേസ് ഒരു ഹാർഡ് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്ര ക്വാളിറ്റി ഇല്ല. ഈ ഒരു 74,000 കൊടുത്തു വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ക്വാളിറ്റി കാണാനില്ല. ഹാർഡ് കേസ് ആണ്. ഇനി ഇതിന്റെ ചാർജർ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കണം. സാംസങ് ട്രാവൽ അഡാപ്റ്റർ, ഔട്ട്പുട്ട് 9 വോൾട്ട് 1.67, അല്ലാന്നുണ്ടെങ്കിൽ 5 വോൾട്ട് 2 ആംപിയർ. സാംസങ് എപ്പോഴും അവരുടെ ഫ്ലാഗ്ഷിപ്പിൽ കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു OTG USB-യും ഇപ്രാവശ്യവും സാംസങ് ഗാലക്സി S10 Plusലും അവർ കൊടുത്തിട്ടുണ്ട്. ഗുഡ് തിങ്. ഇതാണ് നമ്മുടെ USB കേബിൾ. ഇറ്റ്സ് എ USB Type-C. obviously ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇത് നമ്മുടെ AKG-യുടെ ഹെഡ്ഫോൺസ് ആണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള, പ്രീമിയം ക്വാളിറ്റി ഉള്ള ഹെഡ്ഫോൺസ് തന്നെയാണ്. എപ്പോഴത്തെയും പോലെ സാംസങ് ഈ പ്രാവശ്യവും പതിവ് തെറ്റിച്ചിട്ടില്ല. ഇനി നമുക്ക് ഹാൻഡ്സെറ്റ് ഇറ്റ് സെൽഫ് ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
യെസ്, നമ്മുടെ സാംസങ് ഗാലക്സി S10 പ്ലസ് പവർ ഓണായി വന്നിട്ടുണ്ട്. സാംസങ്ങിൻ്റെ 1 UI ആണ് ഇപ്രാവശ്യം സാംസങ് S10 പ്ലസിലുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി, അതായത് അധികം ബ്ലോട്ട്വെയർസ് ഒന്നും ജസ്റ്റ് കാണാനില്ല. ഗൂഗിളിന് കുറച്ച് ആപ്സ് ഉണ്ട്, സാംസങ്ങിൻ്റെ ആപ്സ് ഉണ്ട്, അല്ലാതെയുള്ള ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണ്, നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് നമുക്ക് 120 GB ആണെങ്കിൽ കൂടി അതിൽ എത്രത്തോളം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. എബൌട്ട് ഫോൺ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. ഓക്കെ, 1 UI വേർഷൻ 1.1, ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ്. പൈ ആണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈ തന്നെയാണ്. സെക്യൂരിറ്റി പാച്ച് ലെവൽ 1 January 2019. നമുക്ക് സ്റ്റോറേജ് സെക്ഷനിലേക്ക് One UI നമുക്ക് ജസ്റ്റ് 2 ഫോട്ടോ എടുത്ത് വെക്കാം. വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം വെച്ചാൽ സാംസങ് എപ്പോഴും ആ ഒരു ക്യാമറയിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നതാണ്. ഇപ്രാവശ്യം അത് തെറ്റിയിട്ടില്ല. കണ്ടു, നമുക്ക് സൂം ചെയ്യുമ്പോഴും ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമറ, ഈ ഒരു പ്രൈസിനുള്ള ക്യാമറ തന്നെയുണ്ട്. ഇത്രയുമാണ് നമ്മുടെ സാംസങ് ഗാലക്സി S10 പ്ലസിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഷോപ്പിൽ ഇത് ലോഞ്ച് ആവുന്നത് കുറച്ച് നാൾ കൂടി കഴിയും. ഇതൊരു ഡെമോ യൂണിറ്റ് മാത്രമാണ്. സോ ഇതിൻ്റെ റിയൽ വേൾഡ് പെർഫോമൻസ്, അതായത് ബാറ്ററി ലൈഫ്, കോൾ ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, അത് കമൻറ്റ് സെക്ഷനിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഉടനെ ചെയ്തു തരുന്നതാണ്. സോ എല്ലാവർക്കും ഈ സാംസങ് ഗാലക്സി S10 പ്ലസിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഗെറ്റ് കൺസ്യൂമറിൻ്റെ വക ബൈ.